വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്രോസറി ഷോപ്പിംഗ് ഹോൾ വീഡിയോയുമായിട്ടാണ്. ഞാൻ നോർമലി എൻ്റെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ മന്ത്ലി നടത്തുന്നത് ഡിമാർട്ടിൽ നിന്നാണ്. ഡിമാർട്ടിൽ ഒരുപാടധികം ഡിസ്കൗണ്ട്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മന്ത്ലി ആയിട്ടുള്ള ബൾക്ക് പർച്ചേസസ് ഒക്കെ അവിടുന്ന് തന്നെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്യാനുള്ളൂ എന്നുള്ളെങ്കിൽ ഞാൻ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ സെപ്റ്റോ വഴിയായിട്ടോ ഇതൊന്നും അല്ലെങ്കിൽ അടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റുണ്ട് ടാറ്റയുടെ സ്റ്റാർ, അവിടെ നിന്നും ഒക്കെ ആയിട്ട് ഞാൻ സാധനങ്ങൾ പൊതുവെ പർച്ചേസ് ചെയ്യാറാണ് ചെയ്യുന്നത്. ഒരുപാട് സാധനങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഡിമാർട്ട് വരെ ഒന്ന് പോയി അവിടുന്ന് സാധനങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് ബൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് തിരിച്ചു വരികയും ചെയ്യാറുണ്ട്. ഇത്തവണ ഞാൻ ആമസോണിൻ്റെ പ്രൈം കസ്റ്റമർ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് കുറേ അധികം കൂപ്പൺസ് കിട്ടി. ഒത്തിരി അധികം ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു 5-6 കൂപ്പണുകളാണ് എനിക്ക് കിട്ടിയത്. ആമസോണിൻ്റെ തന്നെ ഫ്രഷിൽ നിന്ന്, അവരുടെ പാൻട്രി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രോസറി ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടുള്ള ആമസോൺ ഫ്രഷിൽ നിന്ന് ഞാൻ കുറച്ചധികം ക്യാഷിന് വേണ്ടിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് കിട്ടുന്ന കുറച്ചധികം 5-6 കൂപ്പണുകൾ കിട്ടി. അപ്പോൾ എന്തായാലും എനിക്ക് ഗ്രോസറി പർച്ചേസ് ചെയ്യാനുണ്ട് ഈ മാസം. എന്തായാലും ഇത്തവണ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആമസോണിൻ്റെ പാൻട്രി അല്ലെങ്കിൽ ആമസോണിൻ്റെ ഈ ഫ്രഷ് എന്ന് പറയുന്നത് അവർ കണക്ട് ചെയ്തിരിക്കുന്നത് മോർ ആയിട്ടാണ്. മോർ സൂപ്പർ മാർക്കറ്റ്, മോർ ഹൈപ്പർ മാർക്കറ്റുമായിട്ടാണ്. മോറിൽ നിന്നാണ് പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് കിട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വിത്തിൻ 12 hours നമുക്ക് എല്ലാ സാധനങ്ങളും വീട്ടിൽ എനിക്ക് എൻ്റെ പിൻകോഡിൽ എനിക്ക് ഡെലിവറി കിട്ടുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് നോക്കിയപ്പോൾ നല്ലതാണെന്ന് വിചാരിച്ചു. ഞാൻ കുറേ അധികം പ്രൊഡക്റ്റുകൾ ഇന്നലെ വൈകിട്ട് ഇന്നലെ രാത്രിയിൽ പർച്ചേസ് ചെയ്തു. ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓക്കെ നല്ലതാണ്, ക്വാളിറ്റി ഒക്കെ നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ടും ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അതെനിക്കൊരു 1 മണിക്കൂർ മുമ്പ് ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ, എന്നാൽ ഒരു ഗ്രോസറി ഹോൾ ആയിക്കോട്ടെ, ഒരു ഹോൾ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആമസോൺ ഫ്രഷിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത എൻ്റെ ഗ്രോസറി ഐറ്റംസിൻ്റെ ഒരു ഹോൾ വീഡിയോയാണ്. കുറച്ചധികം സാധനങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ എന്തായാലും നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആമസോൺ ഫ്രഷിൽ നിന്ന് ഞാൻ ഇന്ന് മൊത്തം 14 ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 14 എണ്ണത്തിൽ 13 എണ്ണം മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കത്തുള്ളൂ. കാരണം 14ാമത്തെ ഐറ്റമായിട്ട് വരുന്നത് ലൂസായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയാണ് കേട്ടോ. അതെനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഓക്വേർഡ് മൊമെൻ്റ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ചധികം ഓക്വേർഡ് മൊമെൻറ്റ്സ് ഈ വീഡിയോയിൽ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ഹോളിൽ ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ആമസോൺ ഫ്രഷിൽ നിന്ന് പർച്ചേസ് ചെയ്ത എൻ്റെ ടൂത്ത് ബ്രഷിൻ്റെ കോംബോ പാക്കാണ്. ഇത് 3 ടൂത്ത് ബ്രഷിൻ്റെ പാക്കായിരുന്നു. ഇത് കോൾഗേറ്റിൻ്റെ 6 ഡീപ് ക്ലീൻ ടൂത്ത് ബ്രഷാണ്. നോർമലി നമുക്ക് 3 എണ്ണം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കോംബോ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ MRP 70 rupees ആയിരുന്നു. പക്ഷേ ഇതെനിക്ക് 60 rupeesനാണ് കേട്ടോ ഈ ഒരു ആമസോൺ ഫ്രഷിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഞാൻ ആമസോൺ ഫ്രഷിൽ നിന്ന് പർച്ചേസ് ചെയ്ത മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് വീറ്റിൻ്റെ പ്രൊഫഷണൽ റെഡി ടു യൂസ് ഫുൾ ബോഡി വാക്സ് സ്ട്രിപ്പാണ്. ഇത് കോൾഡ് വാക്സ് സ്ട്രിപ്സ് ആണ്. ഇതിൻ്റെ അകത്ത് 20 എണ്ണം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 269 rupees ആയിരുന്നു. പക്ഷേ ഇതെനിക്ക് 242 rupeesന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കോൾഡ് വാക്സ് സ്ട്രിപ്സ് ആണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇത്തവണ എന്തായാലും ഒന്ന് വാക്സ് ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ച സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തത് എൻ്റെ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോൺ സ്റ്റാർച്ചാണ്. ഇതിൻ്റെ MRP വന്നിരിക്കുന്നത് 70 rupees ആയിരുന്നു. പക്ഷേ ഇതെനിക്ക് 43 rupeesന് കിട്ടിയിട്ടോ. ഇത് മോറിൻ്റെ തന്നെ അവരുടെ ഇൻ ഹൗസ് ആയിട്ടുള്ള ലൂസായിട്ട് വരുന്ന കോൺ സ്റ്റാർച്ച് അവരായിട്ട് തന്നെ പാക്ക് ചെയ്തതാണ്. അപ്പോൾ ആമസോൺ ഫ്രഷിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത 3ാമത്തെ സാധനം ഈ ഒരു കോൺ സ്റ്റാർച്ച് ആയിരുന്നു. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തത് ഈ ഒരു 1 kg ക്വേക്കർ ഓട്സ് ആണ് കേട്ടോ. ഇതിൻ്റെ MRP 199 rupees ആയിരുന്നു. പക്ഷേ ഇതെനിക്ക് 161 rupeesന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ 4ാമത്തെ പർച്ചേസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പർച്ചേസ് ചെയ്തത് കാണിക്കാൻ പോകുന്നത് കുറച്ച് ബൾക്കി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കണ്ടങ്ങോട്ട് കണ്ണടച്ചേക്കുക. എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം അങ്ങ് കണ്ടേക്കുക. ഓക്കെ, ഞാൻ വാങ്ങിച്ച അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എൻ്റെ അരിയാണ്. ബാസ്മതി റൈസാണ്. ദാവത്ത് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് വരുന്ന ബാസ്മതി റൈസ് ആയിരുന്നു. 5 kgയുടെ പാക്കേജാണ്. ഇതിൻ്റെ MRP വന്നിരിക്കുന്നത് 495 rupees ആയിരുന്നു. പക്ഷേ ലെറ്റ് മീ ചെക്ക്, ഇതെനിക്ക് നല്ല ഓഫറിലാണ് കിട്ടിയത് കേട്ടോ. ഇതിൻ്റെ MRP വന്നത്
യെസ്, ഇതിൻ്റെ MRP 490 സംതിങ് റുപ്പീസ് ആണെങ്കിലും ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 335 റുപ്പീസിനായിരുന്നു. അപ്പോൾ അത്രയധികം ക്യാഷ് ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു 5 kg റൈസ് പാക്ക്, ബാസ്മതി റൈസിൻ്റെ പാക്കേജ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിയത് ഇതാ എഗെയിൻ അനദർ ബൾക്കി പാക്കേജാണ്. ഇതാണിത് 5 kg ആട്ടയാണ്. എന്തിനാണ് ഇത്രയും സാധനം വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ചപ്പാത്തിയാക്കാം എന്നുള്ള ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇത് 335 ആണ് ഇതിൻ്റെ MRP വന്നിരിക്കുന്നത്. ബട്ട് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് അറൗണ്ട് 243 റുപ്പീസിനായിരുന്നു. ഓക്കെ, ഇനി എൻ്റെ അടുത്ത പർച്ചേസ് എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ പേസ്റ്റ് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പേസ്റ്റ് പർച്ചേസ് ചെയ്തു. ബേസിക്കലി ഒരു എന്താ പറയുക, കോംബോ പാക്കാണ് ഞാൻ എപ്പോഴും പേസ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണ നോക്കിക്കഴിഞ്ഞപ്പോൾ കോൾഗേറ്റിൻ്റെ ഈ മാക്സ് ഫ്രഷിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്കൗണ്ട് കണ്ടപ്പോൾ ഇത് ഞാനങ്ങ് പർച്ചേസ് ചെയ്തു കേട്ടോ. ഇതിൻ്റെ MRP വന്നിരിക്കുന്നത് അറൗണ്ട് 265 റുപ്പീസാണ്. പക്ഷെ 177 റുപ്പീസ് ആയിരുന്നു ഇതിന് എനിക്ക് ആമസോൺ ഫ്രഷിൽ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതങ്ങോട്ട് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഇനിയുള്ളത് അത്യാവശ്യമായിട്ട് വേണ്ടത് ഓയിലായിരുന്നു, സൺഫ്ലവർ ഓയിൽ. ഇത് ഗോൾഡ് വിന്നറിൻ്റെ സൺഫ്ലവർ ഓയിലാണ്. ഇതിൻ്റെ MRP 127 റുപ്പീസ് ആയിരുന്നു. പക്ഷേ ആമസോൺ ഫ്രഷിൽ 111 റുപ്പീസ് ആയിരുന്നു കിടന്നത്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. ലൈക്ക് തീപ്പെട്ടി. ഇത് 10 രൂപയുടെ തീപ്പെട്ടിയായിരുന്നു. ഇവിടെ ലൂസായിട്ട് തീപ്പെട്ടി വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ ഭയങ്കര പൈസയല്ലേ, 2 രൂപയ്ക്ക് 25 എണ്ണമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വലിയ തീപ്പെട്ടി പാക്കറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. 10 രൂപയ്ക്ക് അറൗണ്ട് 210 മാച്ച് സ്റ്റിക്സ് കിട്ടും ഇതിനകത്ത്. അപ്പോൾ പിന്നെ നല്ലതല്ലേ എന്ന് വിചാരിച്ചത് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തത് ഇതാണ്. ഇത് ആമസോണിൻ്റെ തന്നെ ബ്രാൻഡായിട്ടുള്ള വേദക എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് വരുന്ന നോർമൽ ഉഴുന്നാണ്. ഇതിൻ്റെ MRP വരുന്നത് 175 രൂപയാണ്. പക്ഷേ ഇതിന് ഞാൻ വാങ്ങിച്ചത് 90 റുപ്പീസിനായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതേ ബ്രാൻഡിൻ്റെ തന്നെ ആമസോണിൻ്റെ വേദക എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ റവ 500 ഗ്രാമിൻ്റെ റവ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ MRP ഏകദേശം 52 രൂപയായിരുന്നു. പക്ഷേ ഐ ഗോട്ട് ഇറ്റ് ഫോർ 33 റുപ്പീസ്. അപ്പോൾ ഇതും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആകെ കാണിക്കാൻ പോകുന്ന 2 ഐറ്റംസേ ബാക്കിയുള്ളൂ കേട്ടോ. അത് എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്. ഇത് ഹാൻഡ് വാഷാണ്. സാവ്ലോണിൻ്റെ മോയ്സ്ചർ ഷീൽഡ് അലോയ് ഹാൻഡ് വാഷാണ്. ഇത് ബേസിക്കലി എത്ര ലിറ്റർ ആണിത്? ലൈക്ക് അറൗണ്ട് ഇത് 1.5 ലിറ്റേഴ്സിൻ്റെ ഹാൻഡ് വാഷ് പാക്കേജാണ്, റീഫിൽ പാക്കേജാണ്. ഇതിൻ്റെ MRP വരുന്നത് അറൗണ്ട് 249 റുപ്പീസ് ആണെങ്കിലും ഇതെനിക്ക് 149 റുപ്പീസിനാണ് ആമസോൺ ഫ്രഷിൽ നിന്ന് കിട്ടിയത് കേട്ടോ. ഞാനിങ്ങനെ എന്തിനാണ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഓൾറെഡി ഇതിൻ്റെ ഒരു ബോട്ടിലുണ്ട്. ദെൻ വൈ ഷുഡ് ഐ ബൈ അനദർ ബോട്ടിൽ? അതുകൊണ്ട് ഞാൻ റീഫിൽ പാക്കേജ് വാങ്ങിച്ചു. നോക്കി കഴിഞ്ഞപ്പോൾ 1500 ml ഇത്രയും നല്ല ഓഫർ കിടപ്പുണ്ട്. സോ അതുകൊണ്ട് ഞാനിത് പർച്ചേസ് ചെയ്തതാണ്. എന്തായാലും റീഫിൽ പാക്കാണ്, അതുപോലെ തന്നെ ക്യാപ്പും ഉണ്ട്. അതുകൊണ്ട് ഞാനിതങ്ങ് പർച്ചേസ് ചെയ്തു കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ആമസോൺ ഫ്രഷിൽ നിന്ന് പർച്ചേസ് ചെയ്ത അവസാനത്തെ സാധനമാണ്. അത് വേറൊന്നുമല്ല, ടോയ്ലറ്റ് ക്ലീനേഴ്സാണ്. അവരുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ടെസ്റ്റോ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് വരുന്ന 1 ലിറ്ററിൻ്റെ ടോയ്ലറ്റ് ക്ലീനർ ആയിരുന്നു. ഇതിൻ്റെ MRP 185 ആണ് ഒരെണ്ണത്തിന്. ഇത് പക്ഷേ ഒരു കോംബോ പാക്കായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ. 1+1 215 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ അത്രയും പൈസയ്ക്ക് 2 ലിറ്റർ ടോയ്ലറ്റ് ക്ലീനേഴ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളാണ് ഇന്ന് ഞാൻ ആമസോൺ ഫ്രഷ് വഴിയായിട്ട് പർച്ചേസ് ചെയ്തത് കേട്ടോ. പിന്നെ വേറെ കാര്യമായിട്ട് ഫുഡ് ഐറ്റംസ് ഒന്നും ഞാൻ പർച്ചേസ് ചെയ്തില്ല. കാരണം എനിക്കിപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ പറയുക, കേടായി പോകുന്ന സാധനങ്ങളൊന്നും വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കത്തില്ല. വെജീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രൈസ് ആണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ വാങ്ങിച്ച് സൂക്ഷിക്കാറില്ല. അതൊക്കെ അപ്പോൾ പർച്ചേസ് ചെയ്യാറുള്ളൂ കേട്ടോ. കേടായി പോകാത്ത, ചീത്തയായി പോകാത്ത, ഒരു മാസം എനിക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ നോർമലി ഇങ്ങനെ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ഒരു മാസത്തേക്ക് വേണ്ടി തൽക്കാലത്തേക്ക് വേണ്ടി വാങ്ങിച്ചത്. ബാക്കി കുറേ ഐറ്റംസ് ഓൾറെഡി വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും എന്താ പറയുക പിന്നെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇത്രയും സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഏകദേശം എനിക്ക് 1600 രൂപയുടെ അടുത്ത് ചിലവായിരുന്നുള്ളൂ. പക്ഷേ ഏകദേശം 400 റുപ്പീസ് എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു പർച്ചേസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ, വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഒരുപാട് ഡിസ്കൗണ്ടിൽ വിത്ത് ക്യാഷ് ബാക്കോടുകൂടി കിട്ടിയ ഒരു
എന്താ പറയുക ഒരു പർച്ചേസ് ആയിരുന്നു ഇത്. ആൻഡ് ഐ ആം റിയലി ഹാപ്പി ഫോർ ദിസ് മന്ത്സ് ഗ്രോസറി പർച്ചേസ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു രസത്തിന് വേണ്ടി എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയതാണ്. ഞാൻ കുറച്ച് ഗ്രോസറി പർച്ചേസ് ചെയ്തു, അതൊക്കെ നിങ്ങളിന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ്. ആമസോൺ ഫ്രഷ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായ ഒരു എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ ആ ഒരു ആൻസൈറ്റി അതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പർച്ചേസ് ഇറ്റ് വാസ് റിയലി ഗുഡ്. നിങ്ങളും വന്ന് ആമസോൺ ഫ്രഷ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് നല്ല ഓഫേഴ്സും ഒരുപാട് ഡിസ്കൗണ്ട്സും ഒരുപാട് ക്യാഷ് ബാക്കും ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിലർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത തവണ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.